വൈക എന്തോ പട്ടം പോലെ മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലെ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇംപ്രവൈസേഷൻ റൗണ്ട്? തന്നെ ലൈക് നിന്റെ ഓൺ ക്രിയേഷൻ അതിനകത്ത് ഉണ്ടാവണമല്ലോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ടെൻഷനായിട്ടില്ലായിരുന്നു, എന്നാലും ഒരു നെർവസ് ആയിരുന്നു. അതിനാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അല്ല, ഒരു എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ചെയ്തിട്ട് ഗ്രൂമേഴ്സിനെ കേൾപ്പിച്ചു. അപ്പൊ അതിന്ന് അവര് കറക്റ്റ് ചെയ്ത് ഒരു ഹമ്മിങ് ഒക്കെ ചെയ്തു തന്നു. അപ്പൊ അനുപല്ലവി തന്നെ വീണ്ടും പാടി ഇംപ്രവൈസ് ചെയ്യാനായിരുന്നു. അപ്പം ഇത് അടിപൊളിയായിരുന്നു. ഇനി ഇംപ്രവൈസ് ചെയ്ത് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ശരത് സർ, എങ്ങനെയുണ്ടായി വൈകക്കുട്ടിയുടെ ഇംപ്രവൈസേഷൻ? അസാധ്യം എന്നൊക്കെ അതികഠിനം. മക്കളെ വൈകേ, എന്തോ മക്കളെ നല്ല ഉഗ്രം പാട്ട്. ഇത് ആരാ ചെയ്തതെന്നൊക്കെ പറഞ്ഞ കേക്കട്ടെ. ഇത് മ്യൂസിക് ചെയ്തത് MJ ചന്ദ്രൻ സാർ, പിന്നെ ലിറിക്സ് സന്തോഷ് വർമ്മ സാർ, പിന്നെ മൂവി പട്ടം പോലെ പാടിയത് ഹരിചരൺ സാറും മൃദുല മാമും. അതൊക്കെ കൊള്ളാം, നല്ല സുഖമുണ്ട്. കുട്ടൻ്റെ നല്ലൊരു പാട്ടാണ്, ബ്യൂട്ടിഫുൾ സോങ്. അപ്പം അത് മക്കളെ നീ നന്നായിട്ട് തന്നെ പാടി. പക്ഷേ ഈ ഇംപ്രവൈസ് ചെയ്തത് മോളെ, ഈ ഓരോ പാട്ടിനും ഓരോ കോമ്പസിഷനും ഒരു സോളുണ്ട്, അതിന് വേണ്ട ഒരു സംഭവമുണ്ട് അല്ലേ? ഇംപ്രവൈസിങ് എന്ന് പറഞ്ഞാൽ അതിൽ സംഗതി ഇടുക എന്നുള്ളതല്ല മോളെ, കേട്ടോ. നമ്മളത് മഴയേ എന്ന് പാടി അതല്ല ഇംപ്രവൈസിങ്. ആ പാട്ടിൻ്റെ സോളിൽ നിന്നുകൊണ്ട് അതൊരിക്കലും അതിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫൈ ചെയ്ത് ഇന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ഇംപ്രവൈസേഷനാണ് നമ്മൾ ഈ റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ചേക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറേയും കൂടെ കൺജസ്റ്റഡായിട്ട് കുറേ സംഗതികൾ പാടി അതല്ല. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ മക്കൾ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി മോളെ. കാര്യം എന്തൊക്കെയാലും മോളെ എഫർട്ടിന് ഡെഫിനറ്റായിട്ട് ഒരു സല്യൂട്ട് ഉറപ്പായിട്ട്. പിന്നെ മോളെ ഈ ചില സ്ട്രെയിറ്റ് നോട്ട്സ് ഒക്കെ പിടിക്കാൻ മോക്കൊരു വിറപ്പുണ്ട്, അതെന്താണെന്നുള്ളത് മോള് കറക്റ്റ് ചെയ്യുക സ്വന്തമായിട്ട്. പിന്നെ ലോ പോർഷൻ ഇപ്പം പല്ലവി തന്നെ, അതൊന്ന് പാടാമോ? അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ വാനം ആർ കേക്കട്ടെ. വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന. അത് കേൾപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. അത് നമുക്കൊക്കെ ഒരു റേഞ്ച് ഉണ്ട് മോളെ. അതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ചൊക്കെ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ ഒരു ഓക്ടേവ് ഒക്കെ അങ്ങോട്ട് പിടിച്ച് വലിച്ച് നീട്ടാൻ നടക്കത്തില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ മോഡൽ റേഞ്ചിന് അത് കുറച്ചും കൂടെ എന്താ പറയുക, കേൾക്കുന്ന വിധത്തിലാക്കാം മോളെ, കേട്ടോ. അതേ ഉള്ളൂ. ചരണം എന്താ ഈ അതിനിപ്പല്ലേ ആ ഇംപ്രവൈസ് ചെയ്ത പോർഷൻ ഒന്ന് പാടിക്കും. ഒരു സംഗതിയാ, പാടണം. പാടിക്കോ, കേക്കാം. പാടിക്കോ. നീ അറിഞ്ഞു നീ അറിഞ്ഞു നീ എന്റേതാണെന്ന് നീ അറിഞ്ഞു. മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ. മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ. മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞേ. പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ മക്കളെ, ഇതിപ്പോൾ ഈ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതോ കുറേ ഡ്രഗൊക്കെ അടിച്ച് നമ്മുടെ ജീവിതം കൊഞ്ഞാട്ടെ ആയിപ്പോയെന്നുള്ള ലെവലിലല്ല. അതിലൊരു സന്തോഷം വേണ്ടേ? ഒന്നുകൂടെ പാടാമോ ആ രണ്ട് ലാസ്റ്റ് ലൈനിൽ? പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും
ഉറങ്ങാൻ കഴിഞ്ഞില്ല. അല്ല അപ്പോൾ അത് ഞാൻ ഇപ്പോഴും പറയുന്നത് മോളിപ്പോൾ ഓരോ സംഗതികൾ പാടുമ്പോഴും അത് ഇതിൻ്റെ ഒരു സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കണം മോളെ. സംഗതികൾ മാത്രമല്ല ഇംപ്രവൈസിങ് എന്ന് പറയുന്നത്. ചെറിയൊരു വ്യത്യാസം വന്നാലും അതൊരു സുഖമാണ്. അത് സുഖമായിരിക്കണം നമ്മൾ പാടുമ്പോൾ, അല്ലേ? മോളിപ്പോൾ പല്ലവി ഒന്ന് പാടിക്കേ. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയെ. ശരി, ഇത് ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് ഈ പല്ലവി. ഇതിപ്പോ ഒരു മ്യൂസിക് ഡയറക്ടർ പറയാണ്, മോളെ ഇതാണ് ബേസിക് ട്യൂൺ, ഇതൊന്ന് ഭംഗിയാക്കി ഒന്ന് തരണം, കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കി. സോ വൈകി അത് എങ്ങനെ അപ്രോച്ച് ചെയ്യും? അതെ. മഴയേ തൂമഴയേ അത്രയും കോംപ്ലിക്കേഷൻസ് വേണം. അത് അവിടെ തൂമഴയേ പതി ബാക്കി വാനം വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയെ. ഇത് ഒറിജിനൽ പാടി മക്കളെ. എന്തെങ്കിലും ഐറ്റം കൂടെ വരട്ടെ. വാനം തൂവുന്ന പൂങ്കുളിരേ, ഇപ്പൊ പാടിയത് നല്ലതാണ്. അത് നേരെ പാടിയാൽ ഇറ്റ്സ് ഗുഡ്. അത് ഈ ക്യാരക്ടറിനകത്ത് തന്നെ ഉണ്ട് മോളെ. കാര്യം പെട്ടെന്ന് വേറൊരാൾ വന്ന് കമ്പോസ് ചെയ്ത പോലെ ഇരിക്കും ആ 2 ലൈൻ മാത്രം. ഇപ്പൊ ഇത് നന്നായിട്ടുണ്ട്. അത് മോളെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ദാറ്റ് ഇസ് ഗുഡ്. കൊള്ളാം, നല്ല സുഖമുണ്ട് കേൾക്കാൻ. ഇതാണ് വേണ്ടത് കേട്ടോ. അല്ലാതെ കുറെ ഇപ്പൊ ഇനിയുള്ള കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചിരിക്കുകയായിരിക്കും. അവരുള്ള സംഗതി മുഴുവൻ കുത്തി നിറച്ച് എല്ലാവരുടെയും മുഖത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ കാണുന്നു. ഇതൊക്കെ മോളെ കുട്ടൻ്റെ ഒരു നല്ല പാട്ട് എടുത്തുകൊണ്ട് വന്നതിൽ കുറേ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക വൈക എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു ഷാനിക്ക. ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്ന് ഈ ഇംപ്രവൈസേഷൻ റൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പം വൈക അപ്രോച്ച് ചെയ്തത് ഒരു റോങ് വേയിൽ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാടിയതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ പാട്ടിൻ്റെ ഒരു സോളിനകത്ത് ഇത് പാക്കേജ്ഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അഗൈൻ ഇപ്പം ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു സസ്റ്റെയിനുള്ള ഒരു വരി ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇംപ്രവൈസേഷനാണ്. അല്ലെങ്കിൽ ഒരു പോസ് അതിന് വൈകി ഒരു സസ്റ്റെയിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ഇംപ്രവൈസേഷനാണ്. അപ്പോൾ അതുപോലത്തെ പരിപാടികൾ ചെയ്യാം. ഇത് സംഗതി അല്ല ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞു. ബാക്കി മോള് ഈ പറഞ്ഞ പോലെ ഉഗ്രം പാട്ടുകാരിയാണ്. ഈ പാടിയതൊക്കെ നല്ല കൃത്യമായിട്ടൊക്കെ വീണിട്ടുണ്ട് പലയിടങ്ങളിലും. പക്ഷെ പാട്ട് വേറെ എന്തോ ആയിപ്പോയി എന്നുള്ളത് മാത്രം കേട്ടോ. ദാറ്റ്സ് ഓൾ. പിന്നെ എനിക്ക് പല്ലവിയിൽ ആ പൂങ്കുളിരെ വളരെ എക്സ്ട്രീം ലോയിലേക്ക് പോയോളൂ. ഞാനത് 2 ലോ എന്ന് എഴുതി വെച്ചു. പിന്നെ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ്. അനുപല്ലവിയിൽ നല്ലൊരു ഹൈ പോർഷൻ വരുന്നോണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇത് ഓഫ് കോഴ്സ് ഇത് ഒരു കാര്യം സമ്മതിക്കണം, ഇത് 2 പുലികൾ പാടിയ ഒരു പാട്ടാണ് വൈകി ഒറ്റക്ക് നിന്ന് പാടിയത്. അതിനെ ഹാറ്റ്സ് ഓഫ്. താങ്ക് യു ഷാനിക്ക. അത്രേ ഉള്ളൂ മോളെ. ദാറ്റ്സ് ഓൾ കേട്ടോ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ വൈക എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ സോങ് ആരാ ചൂസ് ചെയ്ത്? വൈക തന്നെ ആയിരുന്നോ? ഓക്കെ. അപ്പം എനിക്ക് തോന്നിയത് മോക്കിത് എത്രത്തോളം ആപ്റ്റായ ഒരു സോങ് ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. മോളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ടോണിൽ വേറൊരു സോങ് എടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൽ തുടങ്ങുന്നൊക്കെ ലോയിലാണ്. നമ്മൾ ആ ഒരു ഹിറ്റ് ചെയ്യുന്ന മേളിലത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മൊത്തത്തിലൊന്ന് സോങ് ഒന്ന് ഡിപ്പായി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഈവൻ ഫീലാണെങ്കിലും മൊത്തത്തിലൊരു ഡ്രോപ്പ് വന്നു. പിന്നെ ഇംപ്രവൈസേഷൻസ്, സംഗതീസ്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് സംഗതീസിലോട്ട് പോവാതെ ആ സോങ്ങിൽ ആ കമ്പോസർ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ബൗണ്ടറി നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പം പറയാനും വയ്യ അത് ആ വേർഡ്സ് തന്നെ പറയാനും വയ്യ പിരിയാനും വയ്യ, അതൊന്ന് പാടാവോ? പറയാനും വയ്യ പിരിയാനും വയ്യ പല നാടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പറയാനും
ഒരു തിങ്സ് ഒക്കെ അവിടെ കഴിഞ്ഞില്ല. ഒരു ഒരു ലൈക്ക് പറയുന്നതല്ലോ ഒരു ലവറിൻ്റെ അടുത്ത്. അപ്പൊ അത് ആ സംഗതി എത്രത്തോളം അതുമായിട്ട് ഒത്തുപോകുന്ന എനിക്ക് തോന്നി. ലൈക്ക് അത് ശരിയാവുന്നില്ലല്ലോ എന്നുള്ളത്. പറയാനും വയ്യ പിരിയാനും വയ്യ തരരീര, ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസ് ഇല്ലേ, തരരേരെ തരേരെ തരേരേ മഴയേ തൂ മഴയേ, അങ്ങനത്തെ ചെറിയ ഇംപ്രവൈസേഷൻസ് മതി. ഒരുപാട് നമ്മൾ ആ പാട്ടിനെ മാറ്റണ്ട. പിന്നെ ഇത് നിങ്ങൾ എല്ലാവരും ഒരു ഫോർമാറ്റിലാണ്. സൂപ്പർ. ഒന്ന് ഉറക്കെ ഇംപ്രവൈസ് ചെയ്ത് കേൾപ്പിക്കോ? കേട്ടില്ല നീ? ഒന്നും കൂടെ പ്ലീസ് പ്ലീസ് ചേട്ടാ. അത് ഇപ്പം ഞാൻ ഇതൊന്ന് പറഞ്ഞ് തീർത്തിട്ട് വേണേ രണ്ടുപേരും പാടിത്തരാം. പിന്നെ മോളെ ഇതിപ്പം ഈ ഒരു ഫോർമാറ്റിലാണ് ഇങ്ങനെ പാടുന്നത്. ലൈക്ക് നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ ഒരു ഹമ്മിങ് സ്വന്തമായിട്ട് ഇടാൻ പറ്റുമോ? അപ്പൊ അതെന്തുകൊണ്ട് ചെയ്തില്ല? ലൈക്ക് ആ ഹമ്മിങ്ങിൽ നമുക്കൊരു ഇംപ്രവൈസേഷൻ നടത്തായിരുന്നില്ലേ? അതെനിക്ക് തോന്നി. കാരണം ഇത് ഇംപ്രവൈസേഷൻ റൗണ്ട് ആയതുകൊണ്ട് ഒരു ഹാഫ് എന്നാണ് ഇംപ്രവൈസ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് തുടക്കത്തിലെ നിങ്ങളുടെ ആ ഒരു ഇംപ്രവൈസിങ് പരിപാടികളൊക്കെ കാണിക്കാം. മഴയെ ഒരു അപ്പോൾ ഒരു ഡിഫറൻസ് വരും. അങ്ങനത്തെ ഒരു റൗണ്ട് ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ഹാഫ് ഫുള്ള് മോൾ അത് ഒറിജിനൽ പോലെ പാടിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു കച്ചേരി അങ്ങ് നടത്തി കളഞ്ഞു. മനസ്സിലായില്ല? അതാണ് ഫീൽ ആയത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹെഡ് ചേട്ടാ. സാരില്ല, തിരിച്ചു നോക്കാം. മാർക്സ് ഓക്കെ. ശരത് സാർ. മക്കളെ കുഞ്ഞേ ചക്കരെ എന്തോ 8 മാർക്ക്. താങ്ക് യു സർ. ശരത് സാർ. ഷാനിക്ക സെയിം 8. ഓക്കെ. ഹെഡ് ചേട്ടാ 3. ഓക്കെ. പാട്ട് പാടുത്തോന്നു. രണ്ടുപേരും പാടാം. യെസ്. നീ അറിഞ്ഞു നീ അറിഞ്ഞു ഓക്കെ. അപ്പോൾ ടോട്ടൽ 16 മാർക്സ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.